ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഡ്രാഫ്റ്റിംഗ് വീഡിയോ ആണ്. നിങ്ങൾ ഈ കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യില്ലേ, കിഡ്സിൻ്റെയൊക്കെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഫിഗർ വരച്ചിട്ട് അത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഹെഡിങ് ഒന്ന് എഴുതി കൊടുക്കാം. ഞാനുണ്ടല്ലോ CD മാർക്കറാണ് കേട്ടോ, മാർക്കർ വാങ്ങിക്കേണ്ടതിന് പകരം വാങ്ങിച്ചത്. അത് കാരണം അധികം അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ പറ്റുന്ന രീതിയിൽ ക്ലിയർ ആക്കിയിട്ട് ഇടാം കേട്ടോ, ഫോക്കസ് ചെയ്തിട്ടൊക്കെ ഇടാം. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി കാണുന്നില്ല എന്നുണ്ടെങ്കിലില്ല, നിങ്ങൾ ആ ക്വാളിറ്റി ഒന്ന് കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് തന്നെ കാണാം. അപ്പോൾ ഞാനിവിടെ ഹെഡിങ് എഴുതിയിട്ടുണ്ട്, കിഡ്സ് എലൈൻ ഫ്രോക്ക് ഡ്രാഫ്റ്റിംഗ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഇപ്പം ഞാൻ എഴുതുന്നത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓരോന്നും കറക്റ്റായിട്ട് പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് കേട്ടിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അടുത്ത ഹെഡിങ് സൈഡിലൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. മെഷർമെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു 3 മുതൽ 4 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള അളവിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഡ്രാഫ്റ്റിംഗ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഇപ്പോൾ അതിൽ കൂടുതൽ ഏജ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാമല്ലോ, അളവ് മാത്രം ചേഞ്ച് ആവത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 3 to 4 year old ബേബിയുടെ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്കതിൻ്റെ ഓരോ മെഷർമെൻറ്റ്സും എഴുതാം. ഞാൻ ഈ എടുത്തേക്കുന്ന അളവുകൾ തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ടേപ്പ് യൂസ് ചെയ്തിട്ട് മെഷർമെൻറ്റ് എടുക്കുക. ഏകദേശം ഈ ഒരു അളവാണ് കേട്ടോ, ഞാൻ ഒരു അപ്രോക്സിമേറ്റ് എടുത്തിട്ട് പറഞ്ഞതാണ്. ഈ ഒരു അളവ് തന്നെയൊക്കെ ആയിരിക്കും. ഇനി എന്തെങ്കിലും ചേഞ്ച് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ടേപ്പ് യൂസ് ചെയ്തിട്ട് അളവെടുത്തിട്ട് നിങ്ങളുടെ അളവ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ എഴുതുന്നത് ചെസ്റ്റ് അളവാണ്. ചെസ്റ്റ് അളവ് നമുക്ക് 24 വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാർക്കിങ്ങിന് വേണ്ടിയിട്ട് 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 6 കിട്ടുക. അതിൻ്റെ കൂടെ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് വേസ്റ്റാണ്. വേസ്റ്റ് നമുക്ക് 28 ഇഞ്ചാണ് വേണ്ടത്. 28 ഇഞ്ച് ആകുമ്പോൾ നമ്മളതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യും, നേരത്തെ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് 7 കിട്ടുക. അതിൻ്റെ കൂടെ സീം അലവൻസ് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെസ്റ്റ് എഴുതി, വേസ്റ്റ് എഴുതി. ഇനി നമുക്ക് അടുത്ത മെഷർമെൻറ്റ് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഷോൾഡർ എഴുതാം. ഓക്കെ, ഇപ്പോൾ ഈ അളവുകളൊക്കെ ഞാൻ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നമുക്ക് അടുത്ത മെഷർമെൻറ്റ് ഷോൾഡറാണ്. ഷോൾഡർ എഴുതി കൊടുക്കുക. നിങ്ങൾ എത്രയാണ് നിങ്ങൾക്ക് ഷോൾഡർ വേണ്ടതെന്ന് നോക്കുക. നെക്കിനനുസരിച്ച് ഷോൾഡർ ചേഞ്ച് ആകും കേട്ടോ, ഓരോ നെക്കിനും അനുസരിച്ചിട്ട് മാറാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. നമ്മളിവിടെ 4.5 ഇഞ്ചാണ് വേണ്ടത്, അതെടുത്തിട്ടുണ്ട്. ആം ഹോൾ 4 ഇഞ്ചാണ് വേണ്ടത്, അതെടുത്തിട്ടുണ്ട്. ആം ഹോളും ഷോൾഡറും എപ്പോഴും ഒരുപോലെ വരില്ല, അതിനെപ്പറ്റിയും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്കിൻ്റെ അളവുകളാണ് വേണ്ടത്. നെക്കിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ചാണ് എടുക്കുന്നത്. നെക്കിൻ്റെ ഡെപ്ത്ത് അല്ലെങ്കിൽ നെക്കിൻ്റെ ലെങ്ത് എന്നൊക്കെ പറയില്ലേ, ഇറക്കം, അതാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്കൊരു 3 ഇഞ്ച് നോർമലി എടുക്കാവുന്നതാണ് റൗണ്ട് നെക്കിന് കേട്ടോ. 3 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് യോക്ക് പോർഷനിലെ ലെങ്താണ്. നമ്മൾ അറ്റാച്ച് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യോക്ക് പോർഷനിലെ ലെങ്ത് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ് നമുക്ക് വേണ്ടി വരുന്നത്. ആ ഒരു ഏജുള്ളൊരു കുട്ടിയുടെ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് പറയുന്നതാണ്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷന് വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്യുന്ന പോർഷൻ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ബോട്ടം ലെങ്തും കൂടെ എഴുതി കൊടുക്കാം. ബോട്ടം ലെങ്ത് 10 ഇഞ്ച്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മെഷർമെൻറ്റ്സ് വേണ്ടത്. ഇനി ഈ മെഷർമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ഈ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് എടുക്കുക. അളവ് ഡ്രസ്സിൽ നിന്നാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ നോക്കുക. ബോഡിയിൽ നിന്നാണെങ്കിൽ ലൂസ്, സീം അലവൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ മറക്കരുത്, അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുന്നത് വേസ്റ്റായി പോകത്തേ ഉള്ളൂ കേട്ടോ. നമ്മളിവിടെ ആദ്യം ഫോൾഡ് പോർഷൻ ഈ ഒരു വശത്തായിട്ടാണ് വരിക. നമ്മൾ നേരെ മടക്കി ഇടുന്ന സമയത്ത് നിങ്ങൾ ഫോൾഡ് പോർഷൻ എവിടെയാണോ അവിടെ പോയി നിന്നിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഫോൾഡ് പോർഷൻ നിങ്ങളുടെ നേരെ വരുന്ന രീതിയിൽ വേണം എപ്പോഴും മെറ്റീരിയൽ ഇടാൻ. അങ്ങനെ ഇട്ടിട്ട് മാർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമുക്ക് വേഗം ചെയ്തു പോകാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളിത് ഈ ഒരു പോർഷനിലാണ് ഫോൾഡ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് യോക്ക് പോർഷൻ്റെ മാർക്കിങ് കംപ്ലീറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് സ്കേർട്ട് പോർഷൻ്റെ മാർക്കിങ്ങും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ വരച്ചിട്ടുള്ളതാണ് യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഫോൾഡഡ് പോർഷനിൽ നമ്മൾ എടുക്കുന്നതാണ് യോക്കിൻ്റെ ഫുൾ ലെങ്താണ് യോക്കിൻ്റെ പോർഷൻ്റെ. നമുക്കിവിടെ എത്രയായിരുന്നു യോക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് പോകാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു അളവ് 9 ഇഞ്ചായിരുന്നു നമുക്ക് യോക്കിൻ്റെ ലെങ്ത് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വരച്ചിട്ടുള്ളത് 9 ഇഞ്ച് കണ്ടോ.
9 ഇഞ്ച് കാണുന്നില്ലല്ലേ, കുറച്ച് ബുദ്ധിമുട്ടാണ്, നിങ്ങളൊന്ന് ക്ലാരിറ്റി കൂട്ടിയിട്ടൊക്കെ ഒന്ന് കാണണം കേട്ടോ. 9 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഈ മാർക്ക് ചെയ്തതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡറാണ് ഇപ്പോൾ ഇങ്ങോട്ട് ഞാൻ നീട്ടി വരച്ചിട്ടുള്ളത്. ഷോൾഡർ നമുക്ക് എത്രയായിരുന്നു ഇവിടെ അളവ്? 4.5 ഇഞ്ച്. ഫുൾ ഷോൾഡർ നമുക്കപ്പോൾ എത്ര വരികയാണ്? 9 വരിക. നമ്മൾ ഹാഫ് മാർക്ക് ചെയ്യുമ്പോൾ 4.5. 4 ആണ് ആക്ച്വലി, 8-ന് പകുതി 4 ആണ്. അര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നതാണ്. കണ്ടോ? 4.5. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്കിൻ്റെ വിഡ്ത്താണ്. നെക്കിൻ്റെ വിഡ്ത്ത് ഇതാ ഇവിടെ ഷോൾഡറിൽ തന്നെ നമ്മൾ ഈ ഒരു എൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 2 ഇഞ്ച് ഇങ്ങനെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ മാർക്ക് ചെയ്ത 2 ഇഞ്ചിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് എന്ത് മാർക്ക് ചെയ്യും? ഡെപ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ വരയ്ക്കുന്നതാണ് നമ്മുടെ ഡെപ്ത്ത്. നമുക്ക് ഡെപ്ത്ത് ഇവിടെ എത്രയാണ് വേണ്ടത്? 3 ഇഞ്ചാണ്. 3 ഇഞ്ച് വരച്ചതിന് ശേഷം നമുക്കിത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ കണക്ട് ചെയ്യുമ്പോൾ താഴ്ഭാഗത്ത് നമുക്ക് ആ ഒരു മുകളിലെ 2 തന്നെ കിട്ടണം കേട്ടോ. ഇതിനുള്ളിലാണ് നമ്മളിനി ഡിസൈൻ ഏതാണോ അത് വരയ്ക്കുന്നത്. ഇപ്പം ഞാൻ വരച്ചിട്ടുള്ളത് ഒരു കർവാണ്. നമുക്കത് റൗണ്ട് നെക്കായിട്ടാണ് കിട്ടുക. നെക്കിനെ പറ്റിയ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരുപാട് നെക്ക് ഡിസൈൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണ്ടവർ കണ്ടു നോക്കുക. ഇനി അടുത്ത മാർക്കിങ്ങിലേക്ക് നമുക്ക് കടക്കാം. ഷോൾഡറിൻ്റെ എൻഡിൽ നിന്ന് നമ്മൾ നേരെ താഴത്തേക്ക് ഒരു ലൈൻ കൊടുക്കുകയാണ്. അതാണ് ആം ഹോളിൻ്റെ അളവ്. നമുക്കിവിടെ 4 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 4 ഇഞ്ച് താഴത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ആ ഒരു ആം ഹോൾ മാർക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഫിഗറിൻ്റെ ചെറിയ ഫിഗറല്ലേ, ഡ്രാഫ്റ്റിംഗ് അല്ലേ. ആം ഹോളിന് മാത്രം സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാം നമ്മൾ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓരോന്ന് എടുത്ത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങോട്ടേക്ക് നമുക്ക് ചെസ്റ്റ് എത്രയാണ്? 6 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ സീം അലവൻസും കൂടെ ചേർത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ 6 ഇഞ്ചാണ് നമുക്ക് വേണ്ടത് കേട്ടോ. സീം അലവൻസ് ഞാൻ പ്രത്യേകം വരച്ച് കാണിക്കാം. നമ്മൾ അത്രയുമാണ് വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു യോക്കിൻ്റെ പോർഷനിൽ വേസ്റ്റും കൂടെയാണ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നമ്മൾ വരച്ച് വെച്ചേക്കുവാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇവിടെ ചെറിയൊരു പോർഷൻ നമ്മൾ 6 ഇഞ്ചിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. സീം അലവൻസ് എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അതാണ് ഞാനിവിടെ ഒരു ചെറിയ പോർഷൻ കൊടുത്തത്. അത് വേസ്റ്റും കൂടെ വരച്ച് ചെയ്യുമ്പോഴത്തേക്കും ഡീറ്റെയിൽഡായിട്ട് ഞാനത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ വേസ്റ്റാണ്. വേസ്റ്റ് എത്രയാണ്? 7 ഇഞ്ചാണ് വേസ്റ്റ് വരിക. ഒരു 7 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തു. എന്നിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം ആ കറക്റ്റ് അളവുകൾ തമ്മിൽ മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കാം. ഇത് സീം അലവൻസ് ആണ് കേട്ടോ. കണ്ടോ? ഇപ്പം നിങ്ങൾക്ക് തോന്നും ചെസ്റ്റ് അളവിനേക്കാളും വലുത് എന്താണ് വേസ്റ്റ് അളവ് വന്നതെന്ന്. ഈ ഒരു 3 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ വയറിൻ്റെ പോർഷനിൽ കുറച്ച് വണ്ണം ഉണ്ടാവും, അവരുടെ ചെസ്റ്റിനെ അപേക്ഷിച്ച്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1 ഇഞ്ച് ഇവിടെ കൂട്ടിയെടുത്തിട്ടുള്ളത്. പിന്നെ ഫിഗറിൽ കാണുമ്പോഴത്തേക്കും 1 ഇഞ്ച് അവിടെ കുറഞ്ഞ പോലെയാണ് വരിക. ഞാനതൊരു ഷേപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ വരച്ചാണ് കേട്ടോ. ആ കറക്റ്റ് ആ ഒരു ഡ്രസ്സിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വരച്ചതാണ്. താഴ്ഭാഗത്താണ് കുറച്ചും കൂടെ ഉന്തി നിൽക്കുക. അപ്പോൾ ഒരു ഫിഗറിനൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വരച്ചതാണ് കേട്ടോ. കാണുമ്പോൾ അവിടെ കുറവായിട്ട് നിങ്ങൾക്ക് തോന്നും. നമുക്ക് നോർമലി വലിയ ആൾക്കാർക്ക് ഇങ്ങനെയാണ് വരിക, അവിടെ കുറവാണ് വരിക. കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് വയറിൻ്റെ ഭാഗത്ത് കുറച്ച് വണ്ണം ഉണ്ടാവും. എല്ലാവർക്കും അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുസരിച്ച് വരച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് ഞാൻ അതിൽ യോക്കിൽ, അതായത് ആം ഹോളിൻ്റെ അവിടെ കർവ് വരച്ചിട്ടില്ല. അത് വരച്ചാൽ മതി കേട്ടോ. നമ്മൾ കർവിൻ്റെ പ്രത്യേകം വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാനത് വരച്ച് കാണിക്കാൻ വിട്ടുപോയി. ഇനി അടുത്തത് നമുക്ക് ബോട്ടം പോർഷനാണ് ചെയ്യാനുള്ളത്. ബോട്ടം പോർഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം മെറ്റീരിയൽ എടുത്തിട്ട് 4ആയിട്ട് മടക്കി ഇതേപോലെ ഇടാണ് വേണ്ടത്. ഒരു സ്ക്വയർ പീസായിട്ട് ഇടാണ് വേണ്ടത്. അപ്പോൾ അത് ഞാനിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാലൻസ് മാർക്കിങ് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ മെറ്റീരിയൽ ഇട്ടിട്ട് എന്താ ചെയ്യുക, ഒരു കോർണറിൽ നിന്ന് വേണമെങ്കിൽ ഇതിനൊന്നും കൂടി നിങ്ങൾക്ക് കോണോട് കോൺ മടക്കാം. അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരുപാട്. അപ്പോൾ കോണോട് കോൺ മടക്കിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനത് വരച്ചിങ്ങനെ കാണിക്കുകയാണ്. നമ്മളിവിടെ എന്താ മാർക്ക് ചെയ്യുക, നമ്മുടെ വേസ്റ്റ് അളവാണ് മാർക്ക് ചെയ്യുക. വേസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മാർക്കിംഗ് എന്ന് പറയുന്നത്, അവിടുത്തെ അളവെന്ന് പറയുന്നത് നിങ്ങളുടെ വേസ്റ്റ് അളവ് എത്രയാണോ അതിനെ 6.28 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഈ 6.28 എങ്ങനെ വന്നു എന്ന്
ഡൗട്ട് ഉണ്ടാവും. എനിക്കൊക്കെ ആണെങ്കിൽ ഉണ്ടാവും കേട്ടോ, ഇത് എവിടെ നിന്ന് വന്നു ഈ അളവ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തോന്നുന്നവർക്ക് അതിനെപ്പറ്റിയും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ആ 6.28 വരുന്നതെന്ന്. അത് എല്ലാവർക്കും കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. നിങ്ങളൊരു സ്കേർട്ട് കട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഈ ഒരു പോർഷനിലെ അളവ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുമല്ലോ കോണോട് കോണൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ അളവ് 6.28 വേസ്റ്റിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. നിങ്ങൾ കൂടുതൽ അറിയാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇത്രമാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ വേസ്റ്റ് അളവിനെ 6.28 വെച്ച് നേരെ അങ്ങോട്ട് ഹരിച്ചു കൊടുക്കുക. അപ്പോൾ അവിടുത്തെ അളവ് കിട്ടും. ഇനി നമുക്ക് അതിൽ നിന്ന് ഇറക്കം, അതായത് ഈ സ്കേർട്ട് പോർഷൻ്റെ ഇറക്കം നമ്മൾ എത്രയാണ് പറഞ്ഞത്, ബോട്ടം ലെങ്ത് 10 ഇഞ്ചാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു 10 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുക, നമ്മൾ നേരെ താഴത്തേക്ക് ടേപ്പ് വെച്ചിട്ട് 10 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യും. അപ്പോൾ അതിങ്ങനെ ഈ ഒരു ലൈനായിട്ടല്ല, ഇങ്ങോട്ടേക്കും ഇപ്പുറത്തേക്കൊക്കെ നമ്മൾ അളവ് നോക്കും 10 കിട്ടുന്നുണ്ടോയെന്ന്. അതനുസരിച്ചിട്ടാണ് നമ്മളത് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ 10 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇവിടെ 10 ഇഞ്ച് ഇറക്കം വരും. വേസ്റ്റിൻ്റെ പോർഷനിൽ നമ്മൾ ചെയ്യുന്നത് വേസ്റ്റ് ഡിവൈഡഡ് ബൈ 6.28 ആണ്. കണ്ടോ, ഈ ഒരു അളവാണ് നമുക്കിവിടെ കിട്ടുക. ഇനി ആ ഒരു അളവ് എത്രയാണ് എന്നൊരു ഡൗട്ടുണ്ടോ, അതുകൂടെ അങ്ങ് ചെയ്ത് കാണിക്കാം. വേസ്റ്റ് നമുക്കിവിടെ എത്രയായിരുന്നു, 28 ആയിരുന്നു. ടോട്ടൽ വേസ്റ്റ് എടുക്കണം, 7 എടുക്കരുത് കേട്ടോ. അപ്പോൾ 28 ബൈ 6.28 ചെയ്യാം. കണ്ടോ, നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. പോയിൻ്റ് വരുന്നത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് മനക്കണക്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഞാനിവിടെ നേരത്തെ എന്തോ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കളയട്ടെ. 28 ഡിവൈഡഡ് ബൈ 6.28. കണ്ടോ, അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക, 4.45 സംതിങ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു 4.45 എന്നുള്ളത് നിങ്ങൾക്ക് 4.5 ആയിട്ട് റൗണ്ട് ചെയ്യാം. അപ്പോൾ 4.5 ആയിട്ട് നിങ്ങൾക്ക് അവിടെ അളവെടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഈ 10 ഇങ്ങോട്ട് എടുത്തതുപോലെ തന്നെ ആ ഒരു കോർണറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് 4.45 കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ലൈനിങ് വേണമെങ്കിൽ ലൈനിങ്ങും കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ട് യോക്കും ബോട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കിഡ്സിൻ്റെ ഫ്രോക്ക് കിട്ടുന്നതാണ്. സ്ലീവിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ എല്ലാത്തിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. വേണ്ടവരൊന്നെടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യണേ.